നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 3 ജില്ലകളിൽ യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിനും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ചതിൽ പ്രതിഷേധം പുകയുന്നു. 3 വർഷം മുമ്പ് തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് അകാരണമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതിഷേധം പുകയുന്നു. ആഭ്യന്തര വകുപ്പിനെതിരെ നീക്കം കടുപ്പിക്കാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. മർദ്ദനമേറ്റ പ്രവർത്തകനെ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് സന്ദർശിക്കും. മുൻ KPCC അധ്യക്ഷൻ K സുധാകരൻ മർദ്ദനമേറ്റ പ്രവർത്തകനെ ഫോണിൽ വിളിച്ചു. പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് മാറ്റുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് സുജിത്ത് വ്യക്തമാക്കിയത്. മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടൽ സർക്കാരിന്റെ പരിഗണനയിൽ. വിഷയം മന്ത്രിസഭാ യോഗത്തിന്റെ അജണ്ടയിൽ ഉൾപ്പെടുത്തി. കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ പരിഗണിച്ചെങ്കിലും ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചിരുന്നു. ശമ്പളം കൂട്ടലിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് യോജിപ്പാണ്. നാട്ടിക MLA CC മുകുന്ദന്റെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടിയാണ് ശമ്പളം കൂട്ടണമെന്ന ആവശ്യം ഉയരുന്നത്. ശമ്പളം കൂട്ടലിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് യോജിപ്പുണ്ട്. കാലാനുസൃതമായ വേതന പരിഷ്കരണം വേണം എന്നതിനാണ് യോജിപ്പ്. ഒടുവിൽ 2018-ലാണ് സംസ്ഥാനത്ത് മന്ത്രിമാരുടെയും MLA-മാരുടെയും ശമ്പളം കൂട്ടിയത്. മന്ത്രിമാർക്ക് അലവൻസ് അടക്കം 97,000 രൂപയാണ് ശമ്പളം. MLA-മാർക്ക് അലവൻസ് ഉൾപ്പെടെ 70,000 രൂപ ലഭിക്കുന്നു. കാസർഗോഡ് അമ്പലത്തറയിൽ ആസിഡ് കുടിച്ച കുടുംബം ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ചികിത്സയിലായിരുന്ന 4ാമത്തെയാളും മരിച്ചു. പറക്ലായി സ്വദേശി രാകേഷാണ് മരിച്ചത്. 35 വയസ്സായിരുന്നു. രാകേഷിന്റെ അച്ഛനും അമ്മയും സഹോദരനും ആശുപത്രിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. പറക്ലായി സ്വദേശികളായ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ മാസം 28-ന് പുലർച്ചെയാണ് ഗോപിയെയും കുടുംബത്തെയും ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തുന്നത്. സാമ്പത്തിക ബാധ്യത മൂലമാണ് ആത്മഹത്യയെന്ന് നാട്ടുകാർ പറയുന്നു. കൊല്ലത്ത് KSRTC ബസും താർ ജീപ്പും കൂട്ടിയിടിച്ച അപകടം. 3 പേർ മരിച്ചു. കൊല്ലം ഓച്ചിറയിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസും താർ ജീപ്പും കൂട്ടിയിടിച്ച അപകടം. 3 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 6:30-ഓടെയാണ് അപകടം നടന്നത്. ഇരുവാഹനങ്ങളും അമിത വേഗതയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. ജീപ്പിലുണ്ടായിരുന്ന 3 പേരാണ് മരിച്ചത്. തേവലക്കര പൈപ്പുമുക്ക് സ്വദേശികളാണ് ജീപ്പിലുണ്ടായിരുന്നത്. ജീപ്പിലുണ്ടായിരുന്ന സ്ത്രീയെ കരുനാഗപ്പള്ളി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബസ്സിലുള്ളവർക്ക് തലയ്ക്കടക്കം ഗുരുതരമായി പരിക്കേറ്റവരുണ്ട്. പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജീപ്പിനുള്ളിലുണ്ടായിരുന്നവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം.